ഡേ മൈ ലൈഫ് അല്ല, ഒരു വ്ളോഗാണ്. താത്തേ ദിദാനും പോവാണ്. മെമ്മ കഴിത്തന്നെ ഉമ്മ തരണം. അതേപോലെ തന്നെ എനിക്കൊരു വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കൊക്കെ ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ പിടിച്ച് നിൽക്കൂട്ടോ, പിടിച്ച് നിൽക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ഫിഷ് ബിരിയാണി സെറ്റാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയാ? അപ്പോൾ ഇതാണ് താത്ത. അങ്ങനെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, തിരിച്ച് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ കേട്ടോ. കയറി വന്നപ്പോൾ അയാൻ്റെ ജിതാൻ്റെ ഒക്കെ കളിക്കുന്ന ടോയ്സാണ് ഫുള്ളകത്ത്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരാളുണ്ടല്ലോ, ആരാണ്? അയാൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വ്ളോഗൊന്നും അല്ല കേട്ടോ. അല്ല, വ്ളോഗല്ല, സോറി, ഡേ മൈ ലൈഫ് അല്ല കേട്ടോ, ഒരു വ്ളോഗാണ്. ഫസ്റ്റ് തന്നെ തെറ്റിച്ചു. ഓക്കെ, ഡേ മൈ ലൈഫ് അല്ല, ഒരു വ്ളോഗാണ്. ഡേ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഡേ മൈ ലൈഫ് ആകുമ്പോൾ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള പരിപാടിയല്ലേ വെക്കുക. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ച് എന്താ പറയുക, പുറത്തുനിന്ന് എന്താണ്. അപ്പോൾ ഡേ മൈ ലൈഫ് അല്ല, നമ്മൾ ഡേ മൈ ലൈഫിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ചീന്തി എടുത്തിട്ട് വെക്കണ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകതയല്ല, ഇന്നിപ്പോൾ ഒരു എന്താ പറയുക, സങ്കടമുള്ളൊരു ദിവസമാണ്, വേറൊന്നുമല്ല. ഇന്ന് അയാന് കണ്ണൂർക്ക് പോവാണ് അല്ലേ? വമ്മേമ്മൻ്റെ മടിയിലിരിക്കും. കമോൺ. യെസ്, ഉപ്പാപ്പ ഇതാ വന്നിട്ടുണ്ട് പീഡിയപ്പെട്ട് അല്ലേ? നിന്നോ. ഓക്കെ, അപ്പം ഇന്ന് അയാന് കണ്ണൂർ പോവാണ്. അയാന് മാത്രമല്ല കേട്ടോ, താത്തേ ദിദാനും പോവാണ്. രണ്ടര ആഴ്ചത്തെ സഹവാസത്തിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മളല്ല ഇത്താത്ത കണ്ണൂർക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയുള്ളൊരു വ്ളോഗാണ് ഇന്ന്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ ഇത്താത്ത പോകുന്ന വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അയാനെ കാണുന്നുണ്ടോ ആവോ? അയാനൊന്ന് ചിരിക്കും, ചിരിക്കി. ഹലോ കേസ് പറയ്, ഹലോ കേസ് പറയ്. മിണ്ടുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്ളോഗാണ് കേട്ടോ. ഇത്താത്ത കണ്ണൂർക്ക് പോകുന്ന, ഇത്താത്തയും മക്കളും കണ്ണൂർക്ക് പോകുന്ന ഒരു വ്ളോഗ് എടുക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. പിന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ എന്താ പറയുക, ഡേ മൈ ലൈഫ് എടുക്കണം എല്ലാവരുമായിട്ട്. പക്ഷേ എങ്കിൽ എനിക്ക് പറ്റിയില്ല കേസ്. എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ടാണ് ഡേ മൈ ലൈഫ് ഒന്നും ഇല്ലാണ്ടായിപ്പോയത്. പിന്നെ എൻ്റെ മുഖം ഇങ്ങനെ ചക്കപ്പോത്ത് പോലെ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ അയാളിപ്പോൾ ഉറങ്ങി വെച്ചിട്ടുള്ളേ. നമ്മളിപ്പോൾ എല്ലാം ഉറങ്ങി വെച്ചേ. അതാ ഡിസ് മുടിച്ച് ഒന്നും മിണ്ടുന്നില്ല കേസ്. അപ്പം അങ്ങനെ അതുകൊണ്ടാട്ടോ മുഖം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വ്ളോഗിലേക്ക് പോകാം. ഇപ്പോൾ സമയം വന്നിട്ട് 9 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. ഇത്താത്തയും മക്കളും വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗങ്ങളും ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. പാക്കിങ് കാര്യങ്ങൾ, പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കരുത് കേട്ടോ. ഗായ്സ്, ജിമിതാനിതാ അവിടെ അപ്പം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പല്ല കേട്ടോ, മുട്ടയാണ്. ഇപ്പം എനിക്ക് പ്രശ്നം പറയും. അയാളുടെ ചെരുപ്പ് എന്തായിപ്പോയി? അയാളുടെ ചെരുപ്പിന് എന്താ പ്രശ്നം? അയാളുടെ ചെരുപ്പിന് എന്താ പ്രശ്നം? ചളിയായോ? കഴുകണ്ടപ്പോ മെമ്മ കഴിത്തന്നെ ഉമ്മ തരണം. തരുവോ? ഒരു ഉമ്മല്ലേ തരാൻ പറഞ്ഞേ? അതാ എന്നാ കൈ തരും മേമ. വേവാ എന്നാ നീ തന്നിട്. ഓ തന്നിട്. ഇമ്പി ഇവിടെ 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 കിട്ടിയില്ല. ഓക്കെ ഓക്കെ, ഇനെന്താ വേണ്ടിയേ? ഉപ്പാപ്പ തലയാക്കിയതാ എന്റെ ചെരുപ്പ്. ഉപ്പാപ്പ അതവിടെ ചാടിക്കുന്നു ഗൈസ്. ഉപ്പാപ്പ രാവിലെ തന്നെ കട്ടനുള്ളത്. ഉപ്പാപ്പാണ് അയാളുടെ ചളിയാക്കിയത് ചെരുപ്പ്. കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ആണ്, വേഗം ആറിടട്ടെ. എന്നാൽ പിന്നെ വൈകുന്നേരത്തേക്ക് ഉണങ്ങിയാൽ വേഗം പാക്ക് ചെയ്യാം.
അവിടെ ഒരാളെ കുളിപ്പിക്കാൻ തുമ്പത്തിരുന്നു ഞാലിടും ജല്ലിപ്പെങ്കിലി. ഓക്കെ, അപ്പൊ സിദ്ധാനെ കുളിപ്പിക്കാണ്. പിന്നെ അയാന് ഉപ്പാപ്പന്റെ പീടികയിൽ പോയിക്കണ് കേസ്. ഇവിടെ ബക്കറ്റിലിട്ട് ഒരാളെ കുളിപ്പിക്കുന്നത് സ്ലിപ്പ് ആവാണ്ടിരിക്കാനല്ലേ. അതെന്താനെ ഗായ്സ്, ഇത്താത്ത പോകുന്നതിനോടനുബന്ധിച്ച് കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ വൈകുന്നേരം, ഡ്രസ്സൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങണം. ബെഡ്ഷീറ്റ് പിന്നെ പതുക്കെ ഉണങ്ങിയാൽ മതി, തിരക്കൊന്നുമില്ല. അത് പിന്നെ ഞാനിവിടെ ഉണ്ടായിക്കൊണ്ട് ഞാനങ്ങ് എടുത്ത് വെക്കും. എന്തൊക്കെ വന്നപ്പാ പുട്ട് കൊടുക്കാൻ അവിടെ ഒരാൾ പിടിച്ച് നിൽക്കുകയാണ്. എനിക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്തൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണ്ടെന്നുള്ളതിൽ എന്നെക്കൊണ്ട് പറ്റണതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ നമ്മളെ പണികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അയാൾ ഇവിടെ എന്താ പറയുക, ഫോണിൽ വീഡിയോ കാണാം ഗൈസ്. ഏതാ പാട്ട്? ഏതാ പാട്ട്? ബസ്സാണ്? കാറാണ്? അയാന് കാറാണ്. അയാൻ കാറിൻ്റെ വീഡിയോ കാണാണ് ഗൈസ്. പിന്നെ സിദാൻ ഇവിടെ ഉറങ്ങാണ് കേട്ടോ. പിന്നെ കുറച്ച് പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് ഗൈസ്. ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാനുണ്ട്. കുറച്ച് അലങ്കോലാണ് കേട്ടോ, കാര്യമാക്കണ്ട. അതൊക്കെ പോകുന്നത് എനിക്കും ആയതുകൊണ്ടാണ്. അപ്പോൾ മൂപ്പര് ഉറങ്ങാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ചായയൊക്കെ ആക്കിയിട്ട് ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മീൻ കറി ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, അങ്ങനെയൊക്കെ പരിപാടികൾ കിടപ്പാണ്. അലക്കൽ മാത്രമേ ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ളൂ. അലക്കലും രാവിലത്തെ പരിപാടികളും പിന്നെ മക്കളെ കുളിയും കാര്യങ്ങളൊക്കെ. അയാനെ കുളിപ്പിച്ചില്ല കേട്ടോ, കുളിക്കാൻ പോവാണ്. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അലിയനും അലിയങ്കാൻ്റെ ഉപ്പയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എന്താ ഇവിടെ ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുമ്പോൾ താത്തനെയും മക്കളെയും പിക്ക് ചെയ്ത് പോകാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അലിയനും ഉപ്പയും വരുമ്പോൾ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. ചായയൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. വൈകുന്നേരം ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെന്താ, അത്രയേ ഉള്ളൂ. പിന്നെ എന്തോ ഒരു വിഷമമുണ്ട്, വേറൊന്നുമല്ല. ഇത്രയും ദിവസം ഒത്താത്ത മക്കളുണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. പക്ഷെ പോവാണെന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ്. അതിപ്പോൾ ഉപ്പാക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഉപ്പാക്കിന് ഇന്നലെ ഒരു ഇതാണ് തുടങ്ങിയിട്ടുണ്ട്, ഉപ്പാക്ക് ഒരു വിഷമം പോലെ. അതേപോലെ തന്നെ എനിക്കൊരു വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കൊക്കെ ചെയ്യുക. ഉപ്പിനിപ്പോൾ ഇവർ പോയാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും കിടക്കൊക്കെ ചെയ്യുക. അതിൻ്റെയൊക്കെ ഒരു സങ്കടമുണ്ട്. ഇതിൻ്റെ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ. മിക്കവാറും നിർത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബാക്കി പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. പിന്നെ താത്ത പാക്കൊക്കെ ചെയ്യുമ്പോൾ ഞാനതൊക്കെ കാണിച്ചു തരാം. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണമൊക്കെ, പിന്നെ മക്കളെ മാറ്റുന്നത്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇന്നത്തെ വ്ളോഗിലുള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ബാക്കി പരിപാടി നോക്കാം. ചെയ്യണോ? വണ്ടി ഓടിക്കാം. മേമനെ കയറ്റുമോ? മേമനൊന്ന് മലപ്പുറത്ത് ആക്കി തരുമോ? ആക്കി തരുമോ? കയറട്ടെ ബാക്കിൽ? മലപ്പുറത്താക്കി തരുമോ? തരൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മളെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇന്ന് നമ്മൾ മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വിചാരിച്ച് ചോറും കറിയാക്കാണ്, പിന്നെ വിചാരിച്ച് മീൻ ബിരിയാണി ഉണ്ടാക്കാണ്. മീൻ ബിരിയാണിയാണ്. പപ്പ അയാളും കളിക്കുകയാണ്. പോവാണ് മേമന് ഒറ്റക്കാക്കിയിട്ട് മേമന് ചിന്താൻ പോവാണ്. പാവുണ്ടാവും മേമ, പാവുണ്ടാവും ഗൈസ്. അപ്പോൾ പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താ അലക്കിയ ഡ്രസ്സൊക്കെ ഉണ്ട്, ഇനി മടക്കിയൊക്കെ വെക്കാൻ. ഇത്രയും സാധനങ്ങളാണ്. എന്താണ് 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 വാട്ടെ വാട്ടെ എന്താണ്? അതിന് ഊഞ്ഞാലടിക്കോ? അതിന് ഊഞ്ഞാലടിക്കോ? എങ്ങോട്ടാണ്? ഒരാള് ബോള് തട്ടി കളിക്കുകയാണ്. ഇതാൻ്റെ ബോളെവിടെ? ഇതാൻ്റെ ബോളെവിടെ പൊന്നെ? പോയി. ഒരാൾ കളീൻ്റെ തിരക്കിലാണ് ഗൈസ്.
ഇപ്പം ഇങ്ങനെ പിടിച്ച് നിൽക്കും കേട്ടോ. പിടിച്ച് നിൽക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഡേ ഗോയ് ഇപ്പം നിരങ്ങി നടക്കും. നമ്മൾ ഫിഷ് ബിരിയാണി സെറ്റാണ്. അപ്പം എങ്ങനെയുണ്ട്? അടിപൊളിയാ? ഞാനും കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതാ കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പറഞ്ഞ് പോവാനുള്ള സമയമാണ് ഗൈസ്. കേൾക്കണ്ടെന്നറിയില്ല, കാക്ക എന്താണ് ഇങ്ങനെ പോകണത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ് പോകാനുള്ള നേരമായി. അല്ലെങ്കിൽ ഉപ്പയും വന്നിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നീ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു. നീ ചായ കുടിച്ച് കഴിഞ്ഞ് ഇതേ ഇവർ പോകും ഗൈസ്. ഇവർ പോവാണ്. ഇപ്പോഴുള്ള ചിരി നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും. അങ്ങനെ ഇനിയിപ്പോൾ മക്കളെ മാറ്റി കൊടുക്കണം. മുസ്ത മാറ്റുന്നില്ല, കുറച്ച് അതിൻ്റെ പോവുള്ളൂ. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി പോയാലെന്തോ പോലെ ഉണ്ടാവും. മുസ്താക്ക് സങ്കടമുണ്ടോ? ഇല്ലല്ലേ? സങ്കടമൊന്നും ഇല്ല, നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്നെ വിട്ടു പോകുന്ന ഒരു സങ്കടമില്ല ഗൈസ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ, എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ ഞാൻ പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ രാത്രി ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് നോക്കേണ്ടി വരും. രാത്രി ഞാളെ ഒരുമിച്ചാണ് കിടക്കല്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ രാത്രി ഞാൻ ഒറ്റയ്ക്ക് കഴിച്ച് വരൊന്നും ഇല്ലാണ്ട് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? ഒറ്റയ്ക്കല്ല, ത്രിബിളിൽ കിടക്കണ്ടേ? വെറുതെ ഇങ്ങനല്ല എന്നോട് രാവിലെ പറഞ്ഞേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇന്ന് കിടക്കണ്ടേ. ഇന്നലെ രാത്രി ഞാൻ കിടക്കാൻ പോകുമ്പോൾ എന്നോട് പറയുന്നത് കേസ് നാളെ നീ ഇനി ഒറ്റയ്ക്ക് കിടക്കണ്ടേ. അല്ലോ ഇല്ലേ? അങ്ങനെയൊക്കെയാ കഥ. അപ്പോൾ ഇനി ചായക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാണ്, കാണിച്ചു തരാം കേട്ടോ. ഫാത്തിമ മോസിനെ വക ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേസ്. എന്താണ് സാധനം? ഇതിനെന്തെങ്കിലും പറയാം, പാൽപ്പത്തിരി അല്ലേ? പാൽപ്പത്തിരി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. മൂസിത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ പാൽപ്പത്തിരി. ഞാൻ കേട്ടിട്ട് പോലില്ല, മൂസിത്ത പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു സാധനം ഉണ്ട്. എന്തായാലും കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല സീറ കൊലിക്കുന്നുണ്ട് കേസ്. മുട്ടയും പാലും ഒക്കെയാണ്, അടിപൊളിയായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഫസ്റ്റത്തെ ട്രൈ ആണ്, ഇനി ശരിയാവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ. പിന്നെ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടോ? അപ്പോൾ ഇനി വേറെ സ്പെഷ്യൽ ഒന്നുമില്ല ഗൈസ്. ഇനി കുറച്ച് പലഹാരം കൂടി വെച്ചെടുക്കാൻ വിചാരിച്ചു. ഇതന്നെ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രസമുണ്ട്. ഇനി ബാക്കി ഇവർ പോയിട്ട് തിന്നണം ഗൈസ്. ഇവർ പോയിട്ട് വേണം എനിക്ക് ഇതൊക്കെ തിന്നു കുത്തിരിക്കാം. എൻ്റെ സങ്കടമൊക്കെ ഞാൻ തിന്നു മറക്കും അല്ലേ? ശരിയാണ്. പോകുന്ന മുന്നേ ഉള്ള തീർത്തിട്ടേ പോകുള്ളൂ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ തനി എന്താ പറയുക, നിങ്ങളുടെ സംഭവം ഒന്നായിട്ട് കാണിക്കുന്നില്ല, നമ്മളിങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ താത്ത. അപ്പം നിങ്ങളേക്ക് ഇതെന്താ വിമോചിച്ചെടുത്താണ് കാണിക്കുന്നത്. താത്തക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ഗൈസ്, താല്പര്യമില്ല അല്ലേ? ഇനി വർത്താനം പറയും, രണ്ട് വാക്ക് പറയും. ഇതിൻ്റെ സംസാരം കേൾക്കാൻ എല്ലാവരും കൊതിച്ചിരിക്കുകയായിരിക്കും. Sorry, I am busy now. എപ്പോഴാണ് പോയാൽ വരിക? നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ വരും അല്ലേ? ഈ 4 മാസം കഴിഞ്ഞു. ഇപ്രാവശ്യം 2 മാസം, ഇനി അടുത്ത പ്രാവശ്യം 4 മാസം. പിന്നെ ഭയങ്കര അല്ല കേട്ടോ. നമ്മളിനി അടുത്ത മാസം വരും. അടുത്ത മാസം വരും. ഈ മാസം കഴിയാനാ ഇനി അടുത്ത മാസം. ഇന്നിപ്പോൾ എത്ര? 5 അടുത്ത മാസം ധാനം പറഞ്ഞാവും. അപ്പോൾ അടുത്ത മാസം നമ്മൾ വീണ്ടും കിട്ടിയതിനാണ് കേസ് അല്ലേ? ഇങ്ങനെ വരുമ്പം ഭയങ്കര സന്തോഷമാണ്, തിരിച്ച് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ കേട്ടോ. എന്താ പറയുക, കുറേ നിന്നിട്ട് പോകുമ്പോഴാണെങ്കിലും 2 ദിവസം നിന്നിട്ട് പോവുകയാണെങ്കിലും ഒക്കെ വിഷമം തന്നെയാണ്. അപ്പം നിങ്ങളേക്ക് മക്കളൊക്കെ ഉണ്ടായിട്ടാണ്. മക്കളുണ്ടായിട്ടും മക്കളില്ലാത്ത സമയത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു വിഷമമാണ്. കാണുമ്പോൾ സ്നേഹമൊന്നുമില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തിരി സ്നേഹമുണ്ട്, അതുകൊണ്ടാണ്. അത് നോക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇനി ഒരുപാട് പറഞ്ഞ് വെറുതെ ചളമാക്കണില്ല.
അപ്പോൾ ഇനി ബാക്കി ചായ കുടിക്കുന്ന കാണിക്കാം, മക്കളെ മാറ്റിക്കുന്ന കാണിക്കാം, ഇവളെ യാത്രയാക്കുന്ന കാണിക്കാം. ടാറ്റ ബൈ ബൈ സീ യു എന്ന് തള്ളി പറഞ്ഞേപ്പിക്കും. അപ്പോൾ എന്തായാലും ഇനി ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ചായയുടെ സെറ്റാണ്. പാൽപ്പത്തിരി റെഡിയാണ്. പഴം വാട്ടിയിട്ടോ, പെട്ടെന്ന് വേഗം ഒന്ന് പഴം വാട്ടിയെടുത്ത് പിന്നെ കുറച്ച് ചിപ്സും ഉണ്ടാക്കി അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മലപ്പുറത്ത് നിന്ന് കൊണ്ടാകും ബാബു ഇതൊക്കെ കൊണ്ടാകാൻ വേണ്ടിയിട്ട് കവർ തന്നെ ഇത് പാക്ക് ചെയ്ത് വെച്ച്. കേസ് എല്ലാവരും പോകുന്നു കേസ്, കൂടെ ഞാൻ. ഡിക്കി തുറക്കും, അത് തുറക്കാം. ശരി, കരയാൻ പറ്റില്ല. അങ്ങനെ ഇത്താത്തയും മക്കളൊക്കെ പോയി. ഞാനിതാ വീട്ടിലേക്ക് വന്നു. ഞാൻ ഉപ്പയും വീട്ടിലേക്ക് വന്നു. ഉപ്പ പുറത്തേക്ക് പോയി. ഞാൻ കരയില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഇത്താത്തക്ക് പിന്നെയും വിഷമാവും, അതെനിക്കറിയാം. അതുകൊണ്ട് ഇത്താത്ത കരഞ്ഞു കേട്ടോ. ഇത്താത്തക്ക് നല്ല വിഷമമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് വിഷമമില്ലാന്നല്ല കേട്ടോ, എന്തോ പോലെ ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. ഈ ഒരു അവസ്ഥ അറിയുന്ന കുറേ ആൾക്കാരുണ്ടാവും. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ രസമാണ്, പക്ഷെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമാണ്. ഇപ്പം തന്നെ അകത്തേക്ക് കയറി വന്നപ്പോൾ അയാൻ്റെ ജിതാൻ്റെ ഒക്കെ കളിക്കുന്ന ടോയ്സാണ് ഫുള്ളകത്ത്. അപ്പം അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വ്ളോഗ് ഷോകാവും. അപ്പോൾ നമുക്കിവിടെ നിർത്താം. അങ്ങനെ കുറച്ച് ടോയ്സൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവർക്ക് കളിക്കണ്ടേ, അപ്പം അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. എന്തോ പോലെ ഉണ്ട് എല്ലാവരും പോയപ്പോൾ. സോറി. അപ്പം അങ്ങനെ, അപ്പം ശരി, അപ്പം അത്രയേ ഉള്ളൂ.